Hello dear students, welcome back again to my chemistry class. Here it is your Asna ma'am, and today we are going to discuss our second chapter, Basic Constituents of Matter, part 6. Okay. മിസ്സിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്നുള്ള ചാനൽ. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പോയാൽ മിസ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അങ്ങനെയായിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ലേൺ അബൌട്ട് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? മോളിക്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. മോണോആറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളിയാറ്റോമിക് മോളിക്യൂൾസ്. ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അവർ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് കോമ്പൗണ്ട്സ്. ന്യൂ ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കോമ്പൗണ്ട്സിനെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് പഠിക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, കോമ്പൗണ്ട് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോമ്പൗണ്ട്സിനെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു. ഓർക്കുന്നുണ്ടോ? അതിൽ എലമെൻറ്റ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് കോമ്പൗണ്ട്സിനെ നമുക്ക് വീണ്ടും ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായിരുന്നു കോമ്പൗണ്ട്സ് എലമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും പ്യുവർ സബ്സ്റ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ബട്ട് കോമ്പൗണ്ട്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇനി നിങ്ങൾക്ക് കോമ്പൗണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോമ്പൗണ്ട്സിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചു തരാം. ഈ ടേബിളിൽ എന്താണ് ഫസ്റ്റ് കോളം? മോളിക്യൂൾസ് ആണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. ദെൻ സെക്കൻഡ് കോളം ആറ്റംസ് പ്രസൻറ്റ്, ഏതൊക്കെ ആറ്റംസ് ആ മോളിക്യൂളിലുണ്ടെന്ന്. സോ ഫസ്റ്റ് വൺ കാർബൺ ഡയോക്സൈഡ്, അതിന് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഒന്നും കൂടെ അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയാം. കാരണം എന്താണ്? മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. സോ മോളിക്യൂൾസ് കോമ്പൗണ്ട് മോളിക്യൂളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആറ്റംസ് ആണ് അതിലുണ്ടാവുക. സോ ഫസ്റ്റ് വൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? യെസ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ കാർബൺ ഉണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട്. ഡൈ മീനിങ് 2. ഇനി അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈഡ്രജനുണ്ട്, ക്ലോറിനും ഉണ്ട്. അതുപോലെ വാട്ടറിൽ നമ്മൾ എന്തെഴുതുമായിരുന്നു? H2O എന്നൊക്കെ എഴുതും. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിക്കാം. സോ വാട്ടറിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് ആറ്റംസ് ആയിട്ട്. ദെൻ ഷുഗറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഷുഗർ നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ലാസ്റ്റ് റെസിഡ്യൂ എന്ത് കിട്ടിയിരുന്നു? ഒരു ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് കിട്ടി. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കാർബൺ എന്ന് വിളിച്ചിരുന്നു. സോ പിന്നെ അതുമാത്രമല്ല, ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വി ഗെറ്റ് വാട്ടർ ഡ്രോപ്സ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ മിസ്സിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. ഓരോ ടോപ്പിക്സും ഞാൻ വളരെ കൃത്യമായിട്ട് വളരെ കറക്റ്റായിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ പാർട്ടും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, സോ അവിടെ വാട്ടർ ഡ്രോപ്സ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വാട്ടറിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സോ ഷുഗറിൽ ഏതൊക്കെ കാണും? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ദെൻ മെർക്കുറിക് ഓക്സൈഡ്, പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൽ മെർക്കുറിയും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ ഫോർമുല എന്താണെന്നറിയോ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇൻ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ the ratio of carbon atoms to oxygen atom is always 1:2. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ
നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര കാർബൺ ഉണ്ടോ അതോ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടോ അതൊരു റേഷ്യോയിലായിരിക്കും. അവരുടെ റേഷ്യോന് 1:2. ഇപ്പം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം, കാർബൺ ബോൺസ് ഇൻ ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിലും അവർ ഈ ഒരു റേഷ്യോയിലായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും ഉണ്ടാകുക, 1:2. Thus, carbon dioxide molecules can be represented as CO2. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കാർബണും അതുപോലെ 2 ഓക്സിജനും, അതാണ് ആ മോളിക്യൂളിലുള്ള റേഷ്യോ, ആറ്റംസിൻ്റെ റേഷ്യോ. ഒരു കാർബണ് 2 ഓക്സിജൻ വേണം. അതാണ് ഇങ്ങനെയാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള മോളിക്യൂള് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റേഷ്യോയിലായിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. അപ്പോൾ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അതിങ്ങനെ നീട്ടി വലിച്ച് എഴുതാതെ അതിനെ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ അതിലേതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് അവരുടെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് അതുപോലെ എത്ര ആറ്റംസ് ഉണ്ട് അത് സബ്സ്ക്രിപ്റ്റായിട്ട് എഴുതിയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈപ്പിനെ നമ്മൾ പറയുന്നതാണ് കെമിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് ചോദിച്ചാൽ നിങ്ങൾ പറയണം CO2. 2 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റായിട്ട് ഓക്സിജൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് കെമിക്കൽ ഫോർമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഹയർ ക്ലാസ്സസിലൊക്കെ പോകുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം നമ്മളിങ്ങനെ ഷോർട്ടൊക്കെ എഴുതും കാർബൺ ഡൈ ഓക്സൈഡ് കെമിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട്. സോ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, കാരണം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കാർബൺ ഉണ്ട്, അതുപോലെ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് നോക്കാം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല. അതെന്താണ്? H2O. എച്ചിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രിപ്റ്റായിട്ട് 2 എഴുതി ദെൻ നെക്സ്റ്റ് O. അങ്ങനെയാണ് വാട്ടറിനെ നമ്മൾ കെമിക്കൽ ഫോർമുലയായിട്ട് ഇങ്ങനെ എഴുതും, H2O. ഇനി ഇതിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ദെൻ അതുപോലെ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 1 ഓക്സിജൻ ആറ്റം. ദെൻ അപ്പോൾ അവരുടെ റേഷ്യോ എങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ? ഈ ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ എത്ര ഹൈഡ്രജനും എത്ര ഓക്സിജനും വേണം? അതാണ് ഇവിടെ 2:1. 2 ഹൈഡ്രജന് 1 ഓക്സിജൻ. അങ്ങനെയാണ് ഈ വാട്ടർ മോളിക്യൂളിൻ്റെ റേഷ്യോ. കെമിക്കൽ ഫോർമുല ഇങ്ങനെ എഴുതും, H2O. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൾഫ്യൂരിക് ആസിഡ് കേട്ടിട്ടുണ്ടോ? H2SO4. ഇങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല. ഇനി ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ്. ദെൻ സൾഫർ ആറ്റംസോ 1, ഓക്സിജൻ ആറ്റം 4. സോ ഇവരുടെ റേഷ്യോ എങ്ങനെ ആയിരിക്കും? സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യണമെങ്കിൽ എത്ര ഹൈഡ്രജനും എത്ര സൾഫറും എത്ര ഓക്സിജനും വേണം? ഒരു മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു മോളിക്യൂളിൽ അവരുടെ റേഷ്യോ ഇങ്ങനെയാണ്, 2:1:4. 2 ഹൈഡ്രജൻ, സൾഫർ 1, ഓക്സിജൻ 4. ഇതായിരിക്കും അവരുടെ റേഷ്യോ. നെക്സ്റ്റ് നമുക്ക് ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇഫ് ഇറ്റ് ഈസ് 2H2SO4. അപ്പോൾ നമ്മൾ ഒരു H2SO4ൻ്റെ ആറ്റംസ് നമ്മൾ കണ്ടു. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ 2H2SO4 2 മോളിക്യൂൾസാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ 2 മോളിക്യൂൾസ്, 2 മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊക്കെ. സോ 2H2SO4, ഈ H2SO4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ്. സോ ഇവിടെ 2 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ 2 H2SO4 മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ
ഇതിൽ ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? ഹൈഡ്രജൻ ആറ്റംസ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് 2 മോളിക്യൂളിൽ. ഓക്കെ, സോ 2 ഇൻറ്റു 2 ടോട്ടൽ 4. അവിടെ എച്ചിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് 2 എന്ന് കാണിക്കുന്നുണ്ട്. സോ അത് 2 ആറ്റം ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 2 കാണിക്കുന്നത് എത്ര മോളിക്യൂൾ ഉണ്ട് എന്നാണ്. സോ 2 ഇൻറ്റു 2 ഇറ്റ്സ് ഈക്വൽ ടു 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. ദെൻ സൾഫർ എത്രയുണ്ട്? 2 sulfuric acid molecules 2 into 1 sulfur. So total number of atoms 2. Then next oxygen atoms എത്ര ഉണ്ട്? 2 into 4 oxygen atom ഉണ്ട് 2 molecule. So 8. Therefore total number of atoms present in 2 molecules of sulfuric acid is equal to 4 plus 2 plus 8. So therefore 14 atoms. So 2 മോളിക്യൂൾ സൾഫ്യൂറിക് ആസിഡ് എടുത്താൽ അതിൽ 14 ആറ്റംസ് കാണും. 2H2SO4 ആണെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 14. അപ്പോൾ 1H2SO4 ആണെങ്കിലോ 7, റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മോളിക്യൂൾസും അതുപോലെ അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് മോളിക്യൂൾ ഏതാണ്? ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, CO2. ഏതാണത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളിപ്പോൾ കെമിക്കൽ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ഇതാണ്, CO2. ഇനി അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 1 കാർബൺ ആറ്റം പ്ലസ് 2 ഓക്സിജൻ ആറ്റം, ദാറ്റ്സ് ഈക്വൽ ടു 3. ദെൻ നെക്സ്റ്റ് മോളിക്യൂൾ H2O. ഏതാണത്? വാട്ടർ. വാട്ടറിൻ്റെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസോ? ഹൈഡ്രജൻ്റെ കേസ് നോക്കുമ്പോൾ H2 ഉണ്ട്. സോ 5 ഇൻറ്റു 2 പ്ലസ് ഓക്സിജനോ 5. ഈ 5 എന്നുള്ളത് H2O, ഹൈഡ്രജനും ഓക്സിജനും ബാധകമാണ് കേട്ടോ ഈ 5. സോ ഓക്സിജൻ എത്ര ഉണ്ട്? 5 എന്ന് കാണിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ ഓക്സിജനും ഈ 5 ഇൻക്ലൂഡ് ചെയ്യും. സോ എത്ര എണ്ണം കിട്ടും ആറ്റംസ്? 5 ഇൻറ്റു 1 ഓക്സിജൻ. സോ ദാറ്റ്സ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 15 ആറ്റംസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 7NH3. അപ്പോൾ NH3 എന്ന് പറയുന്ന മോളിക്യൂൾ ഏതാണ്? അമോണിയ. സോ ഇവിടെ എത്ര അമോണിയ മോളിക്യൂൾസ് ഉണ്ട്? 7. അപ്പോൾ ആ 7 എന്നുള്ളത് നൈട്രജനും ഹൈഡ്രജനും ബാധകമാണ്. സോ 7NH3 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര നൈട്രജൻ? 7 ഇൻറ്റു 1. ദെൻ ഹൈഡ്രജൻ 7 ഇൻറ്റു 3. 1 എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? നൈട്രജൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ഒന്നുമില്ല, അതിന് മീൻസ് 1 എന്നാണ്. ദെൻ സോ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? 28. ദെൻ നെക്സ്റ്റ് വൺ ഈസ് C12H22O11. ഏതാണ് ആ കെമിക്കൽ ഫോർമുല അറിയൂ? ദാറ്റ് ഈസ് ഷുഗർ. ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് C12H22O11. അതിൽ എത്ര അങ്ങനത്തെ മോളിക്യൂൾ ഉണ്ട്? യെസ്, 2 ഷുഗർ മോളിക്യൂൾസ് ഉണ്ട്. സോ ഈ 2 എന്നുള്ളത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ബാധകമാണ്. സോ കാർബൺ ടോട്ടൽ 2 ഇൻറ്റു 12, ദെൻ ഹൈഡ്രജൻ 2 ഇൻറ്റു 22 പ്ലസ് ഓക്സിജൻ 2 ഇൻറ്റു 11. സോ ടോട്ടൽ 90 ആറ്റംസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് മോളിക്യൂൾ ഈസ് NaCl. ഏതാണത്? സോഡിയം ക്ലോറൈഡ്, നമ്മുടെ സോൾട്ട്, കോമൺ സോൾട്ട്. സോ എത്ര കോമൺ സോൾട്ട് മോളിക്യൂൾ ഉണ്ട് ഇതിൽ? 3 എണ്ണം. സോ ഈ 3 എന്നുള്ളത് Naക്കും ക്ലോറിനും ഒരേപോലെ ബാധകമാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് 3 ഇൻറ്റു 1. 1 എങ്ങനെ വന്നത്? സോഡിയത്തിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ഒന്നുമില്ല. ദെൻ ക്ലോറിനോ? ക്ലോറിൻ 3 ഇൻറ്റു 1. അതുപോലെ ക്ലോറിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ഒന്നുമില്ല. സോ അങ്ങനെയാണ് 1 എന്ന് വന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഈസ് 6. ദെൻ നെക്സ്റ്റ് മോളിക്യൂൾ ZnCl2, സിങ്ക് ക്ലോറൈഡ്. ഇതിൽ സിങ്ക് എത്ര ഉണ്ട്? 1. അതുപോലെ ക്ലോറിനോ? 2. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് 3. സോ ഇനി നമുക്ക് ഈ മോളിക്യൂൾസ് കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ, കുറേ കോമ്പൗണ്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ
വാട്ടർ. ഇനി ഇവരെയൊക്കെ ഓരോ മോഡലിൽ നമുക്ക് കണ്ടു നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു ഇമാജിനേഷൻ ചെയ്തിട്ട് ഓരോ മോഡലുകളുണ്ട്. അപ്പോൾ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ, അങ്ങനെ ബോളും അതുപോലെ ഒരു വടിയും, അങ്ങനെ ഓരോന്നായിട്ട് ഓരോരോ മോഡലായിട്ട് നമ്മൾ ആറ്റംസിനെ മോളിക്യൂൾസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് മോളിക്യൂൾസ് കാണാം. ഓക്കെ, ബോളും അതുപോലെ സ്റ്റിക്ക് വടിയും ആയിട്ട് എങ്ങനെയാണ് ഓരോ മോളിക്യൂൾസിനെ മോഡൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. ഇതിലെ എലമെൻറ്റ്സിനെ എല്ലാം ബോളിൻ്റെ ഷേപ്പിലും അതുപോലെ അവർ തമ്മിലുള്ള ആ കണക്ഷന് സ്റ്റിക്ക് ഒരു വടി പോലെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനാണ് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതായിരിക്കും ആ മോളിക്യൂൾ? നമ്മളിപ്പോൾ കെമിക്കൽ ഫോർമുലാസൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇത് എന്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്? H2O, ദാറ്റ് ഈസ് വാട്ടർ. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ഇത്. സോ ഇത് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് വാട്ടർ. ദെൻ നെക്സ്റ്റ് ഫിഗർ ഏതാണെന്ന് നോക്കാം. യെസ്, ഇത് ഏതാണ്? സെൻറ്ററിൽ കാർബണും 2 സൈഡിലും ഓക്സിജൻ. സോ ഇത് ഏതായിരിക്കും? CO2. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മീത്തേൻ, CH4. ഇതിൻ്റെ സെൻറ്ററിലുള്ളത് കാർബണും അതിൻ്റെ 4 സൈഡിലുള്ളത് ഹൈഡ്രജനും. സോ ഇതാണ് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീത്തേൻ. ഓക്കെ, ഇതുപോലെ മോളിക്യൂൾസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. സോ നിങ്ങളതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കണം. So that's all about today's class. Hope you are fine and well and keep watch my channel. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, that's all about today's class.